ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മാഡം. കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വയനാട്ടിൽ നിന്ന് വന്നാ. എൻ്റെ റൂമിലിട്ടൊന്നും ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. അല്ല സാറേ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? പോലീസിനോടാണോ കളിക്കുന്നത്? നിർത്തണ തന്നെ നാടകം. CI ബിനു അലക്സിന്റെ റൂമിൽ നിന്ന് നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. നിന്റെ പെണ്ണുമ്പുള്ളിക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് എന്തിനാ ഏതിനാ എങ്ങനാ എന്ന് പറഞ്ഞാൽ മതി. പറയടാ. സാറേ, അത് അനുഗ്രഹ ജ്വല്ലറി കേസിൽ പാതി സ്വർണ്ണം ഞാൻ പോലീസിൻ്റെ കയ്യിൽ കൊടുത്തുള്ളൂ സാറേ. മീതി പാതി நான் வளர்மதிட்ட கொடுத்துட்டு தான் போனேன். நான் உயிரை கொடுத்து மூட்டிச்ச சொன்னோன்னு சார் அவளை அயாളുടെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തത്. ഞാൻ എടുത്ത സ്വർണവും അവളും അയാളുടെ ആയി. അവനെ കൊന്നാലും ശരി அந்த സ്വർണത്തെ എടുത്ത് എങ്കേയാவது പോയി ജീവിക്കണമെന്നായിരുന്നു സാറേ അപ്പം എൻ്റെ മനസ്സിൽ. நான் உள்ளே போய் பார்க்கும்போது ഈ ഡിസൈനിലുള്ള ഒരു മാലയില്ലേ ലിൻസിക്ക്? ഇത് ഞാൻ കൊണ്ടുപോവാ. ഒരു മോഷണ കേസിലെ തൊണ്ടിയാ. പോലീസ് പിടിച്ചപ്പോൾ പ്രതി അയാളുടെ ഭാര്യയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ. ആ സ്ത്രീയായിട്ട് ബിന്നുവിന് ബന്ധമുണ്ടായിരുന്നു. സാറിന് ഈ കേസിന്റെ കാര്യങ്ങൾ പറയാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. ചാർജ് ഷീറ്റ് അടിക്കോ? അറിയാം സാർ. ഇവനാ പ്രതി ആറുമുഖൻ. കഴിഞ്ഞ
കഴിഞ്ഞ അസോസിയേഷൻ മീറ്റിംഗിൽ പ്രസിഡന്റ് സാറിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ വാതോരാ പോയേ? ശരി സാർ. സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചത്. തൻ്റെ ആ വയാഗ്രക്കാരൻ്റെ പരാതിയിലും ഈ പോണോത്ത് ലൈൻ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തിരിയുന്ന വളവില്ല. ആ അത് നവംബർ 6 സാറേ, അന്ന് രാത്രി മഴയും ആകെ ഒരു ഹറിബറി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വഴി മുടക്കിയിട്ടൊരു വണ്ടി കിടക്കണ്ടായിരുന്നു. പിന്നെ എടുപിടിയുന്നൊരു യൂബർ എടുത്തിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ കിടക്കണുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ മറന്നു സാറേ. ഈ വഴിയടച്ച വണ്ടി ആരുടെ ആയിരുന്നു? അത് അറിയില്ല സാർ. ആ വഴിക്ക് ഞങ്ങളൊരു 10-12 വീട്ടുകാരാണ് ഉള്ളത്. വണ്ടി എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അവിടെയെങ്കിലും വന്ന വണ്ടിയല്ല എന്ന് പറഞ്ഞു. ആ കാറിൻ്റെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കിയില്ലായിരുന്നു സാർ. സാർ, പിന്നെ അതൊരു ചുമന്ന മിനി കൂപ്പറായിരുന്നു. ആ പ്രതിഭ താനേ സാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്കണം. ശരി. അന്ന് ആരാ മിനി കൂപ്പറിൽ വന്നതെന്ന് ട്രേസ് ചെയ്യണം. സാർ, ഏതെങ്കിലും വീട്ടിൽ CC ക്യാമറ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ മിനി കൂപ്പറിൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം. ശരി സാർ. ശരി ശരി സാർ. സന്ദീപേ, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുക. അന്ന് ക്വാർട്ടേഴ്സിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് ശരത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണക്കാരിയല്ലേ. എനിക്ക് മാത്രമായിട്ട് ഇതിന് രക്ഷപ്പെടണ്ട. എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിൽ വരാൻ അവനോട് പറ. എന്ത് ശിക്ഷയായാലും ഒരുമിച്ച് സഹിക്കാം. നാളേക്കുള്ളിൽ അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ഒരിക്കലും കാണില്ല. എന്റെ അച്ചായിയാണ് ഞാൻ ചത്തുകളയും. ഇനി എനിക്ക് വയ്യേ പേടിയും കൊണ്ട് നടക്കാൻ. ഇതാ വണ്ടി എൻ്റെ കാറാ. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടും. ഈ ഇൻസിഡന്റ് നടന്ന രാത്രി ഏതൊക്കെ കാർ എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? അതും ഈ കേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനാണ്? ഈ പൊന്നത്ത് ലൈൻ മിഡിൽ ക്ലാസ്സുകാരുടെ ഏരിയ. അവിടെ ഒരു കാശുകാരൻ്റെ വണ്ടി വരണമെങ്കിൽ കൈക്കൂലിക്കാരനായ CA കാണാൻ ആരോ ഒളിച്ചു വന്നു. അങ്ങനെ ആയിക്കൂടെ? എടോ, ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. തൻ്റെ ഈ തിയറി ഒന്നും അവിടെ വർക്കാവില്ല. ഇതിപ്പോൾ 81-ലെ പാനൂർ സോമൻ കേസ് പോലെ ആവുമെന്നാണ് എൻ്റെ പേടി. CBIക്കാർ നിന്നും അന്വേഷിച്ച് കൊലപാതകമാണ് കണ്ടെത്തി. ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ആത്മഹത്യയാണ് തെളിയും ചെയ്തത്. തോക്കുന്ന് വെടി പൊട്ടിയില്ലായിരുന്നു. അന്നേരം ഈ കാട്രിജിൻ്റെ അകത്തുള്ള മൊത്തം വെടിമരുന്ന് കത്തില്ല. ഈ കത്താത്ത വെടിമരുന്നിൻ്റെ തരികൾ വൂണ്ടിൻ്റെ ചുറ്റും സ്കിന്നിലുമായിട്ട് തറച്ചിരിക്കും. ഈ ഓംലെറ്റിൽ കുരുമുളക് പൊടി ഇട്ട പോലെ. താൻ ചിരിക്കല്ലടോ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇതിന് പെപ്പറിങ് തന്നെയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ബിനു അലക്സ് ആത്മഹത്യ ചെയ്താണെന്ന് കൊള്ളാവുന്നൊരു വക്കീൽ കോടതി കയറിയെന്ന് വാദിച്ചാൽ തൻ്റെ നിക്കറ് കയറും. വൂണ്ടിന് ചുറ്റും കുരുമുളക് പൊടി വട്ടത്തിലിട്ട് പോലെ കറുത്തിരുന്നില്ലേ? ഉമ്മ വയ്ക്കുന്ന പോലെയല്ലേ തോക്ക് വെച്ചിരുന്നേ? പോയിന്റ് ബ്ലാങ്കിലും അല്ല. തോക്ക് മുട്ടിച്ച് വെച്ച് കോണ്ടാക്ട് ഷോട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് കയറിപ്പോയ ട്രാക്കും സൂയിസൈഡ് സ്റ്റൈലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വെപ്പൻ്റെ മേലെ മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് മാത്രം. അപ്പോൾ സലാം. ഹലോ അഖിലേ, നിങ്ങളിന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സങ്കല്പിക്കും. ചെയ്യണ്ട, സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾ ബെഡ്റൂമിൽ നിൽക്കുകയാണ്. നല്ല മെത്ത വിരിച്ച കട്ടിലുണ്ട്, കസേരയുണ്ട്, ബീൻ ബാഗ്. നിങ്ങൾക്ക് അവിടെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് കാഞ്ചു വലിക്കും അല്ലേ? അതോ ആത്മഹത്യ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ പണിയുള്ള പോലെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വെടിവെക്കൂ? ബിനുവിന്റെ ചെന്നി തുളച്ച് ബുള്ളറ്റ് ഭിത്തിയിൽ 6 അടി ഹൈറ്റിലാണ് കൊണ്ടേ.
എന്ന് വെച്ചാൽ അയാൾ നിന്നുകൊണ്ട് വെടിവെച്ചിട്ട് അയാൾ കസേരയിൽ ഇരുന്നു എന്ന്. അയാൾക്ക് അന്നേരം നിന്നുകൊണ്ട് വെടിവെക്കണമെന്ന് തോന്നി കാണും. താൻ ആത്മഹത്യമ്പോൾ ഇരുന്നിട്ട് വെടിവെച്ചടോ. താൻ ആ തമിഴിനെ അറസ്റ്റ് ചെയ്യും. തൻ്റെ എല്ലാ തിയറിയും വർക്കാവും. വലിയ ഡിഫൻസും ഉണ്ടാവില്ല. സ്ട്രോങ് മോട്ടീവും ഭാര്യയുടെ സാക്ഷി മൊഴിയും പ്രോസിക്യൂഷൻ സൈഡ് ഓക്കെയാടോ. അതൊക്കെയാ. പക്ഷെ തമിഴിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? മോട്ടീവ് സ്വർണം മാത്രമല്ലെങ്കിലോ? രണ്ടും കൂടി നടുറോട്ട് കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ. ഇവനെ ആൾക്കാർ കണ്ട പണിയാവുന്നു. എടി, നിനക്ക് ഇവനോട് സംസാരിക്കണമെന്ന് ഞാൻ ബാക്കിൽ എങ്ങനെ മാറി സംസാരിക്കും. ബോധല്ലേ നിനക്ക്? സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? എൻ്റെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ഉള്ളിൽ കരയുമായിരുന്നു. സത്യത്തിൽ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാ അന്ന് രാത്രി ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായ ആ മൊമെന്റ്, അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇതൊക്കെ തന്നോട് തുറന്നു പറയണമെന്നും. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അടുപ്പ് അറിഞ്ഞപ്പോൾ തൊട്ട് ട്രാവൽസിൽ നിഖിൽ സർ എന്നെ പ്രഷർ ചെയ്ത് തുടങ്ങിയതാ. അങ്ങേറ്റം ഒരു ബാഗ് സ്റ്റഫ് കൊക്കെയും മുമ്പ് ബിനു അലക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ച് അത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. CI ക്വാർട്ടേഴ്സിലില്ലാത്ത ടൈം നീ വഴി അറിഞ്ഞ് അവിടെ കയറി ആ ബാഗ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാ നിഖിൽ സാർ എനിക്ക് ആ മിനി കൂപ്പർ അന്ന് രാത്രി തന്നു. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ്. അന്നേരം ആ ബിനു അലക്സ് കയറി വന്നുകൊണ്ട് തന്നോട് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. അയാളുമായിട്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയതാ. കുറേ ദൂരം ചെന്നപ്പോൾ ഇതിപ്പോ സംഗതി ഈസി ആയില്ലേ? നീ കയറി സ്റ്റഫ് എടുക്ക്. അയാൾ പിടിക്കുകയാണെങ്കിൽ നിനക്ക് അയാളുടെ കൊക്കൈൻ ബിസിനസിന്റെ കാര്യം അറിയാന്ന് പറ. അയാൾ ഇപ്പം എടുത്തോണ്ട് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നത്. പൊന്നു മോനെ, വിട്ടുകളയല്ലേ. അയാൾ നാളെ എടുത്ത് മറച്ചു വെക്കുന്നതിന് മുമ്പ് നീ അതെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ നോക്ക്. അന്ന് രാത്രി ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ തനിക്കൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാൻ നോക്കിയത്. അല്ലാതെ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ തമിഴനാണോ? എനിക്കറിയില്ല സുജ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല. പക്ഷെ ആ തമിഴിനെ അറിയത്തില്ലെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ? ആരോനെ എനിക്കറിയാം. ഞങ്ങൾ 2.5 കൊല്ലം ചെന്നൈയിലൊരു ജുവനൈൽ ജയിലിൽ ഒന്നിച്ച് കിടന്നിട്ടുള്ളതാ. ജയിലിലോ? ஹலோ ஹலோ, நான் தமிழ்நாடு கிரைம் ரெக்கார்ட்ஸ் பியூரோலேருந்து SIM பெணிக்குக் பேசுகிறேன் சார். அங்கேருந்து சோலமன் சார் சரத்துங்கிற ஆள்கிட்ட கிரைம் டீட்டெயில்ஸ் என்கொயரி பண்ணியிருந்தாரு. ஃபேக்ஸ் அனுப்பியிருக்கோம். ஓகே சார். ശരത് ബാലകൃഷ്ണൻ, ഇവനാൾ കൊള്ളാലോ. കൊലപാതകത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ടനച്ഛനെ കറണ്ടടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ ആളാ. എങ്ങനെയുണ്ട്? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബർത്ത്ഡേ അന്ന് ഞാൻ വന്നത്. എന്നെ ഇതൊരാൾ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സ്വന്തം അമ്മ പോലും. ഞാൻ തിന്നതിൻ്റെയും പഠിച്ചതിൻ്റെയൊക്കെ കണക്കൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഭർത്താവ്, അയാളുടെ പൈസ മൊത്തം എനിക്ക് തിരിച്ചു കൊടുക്കണം. അത് ആ റിസ്ക് എടുത്തിട്ടാണെങ്കിലും CIയുടെ കോട്ടേഴ്സിൽ കയറി ആ ബാഗ് എടുത്തു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റത്. 10 ലക്ഷം രൂപ തരാമെന്ന് നിഖിൽ സാർ എന്നോട് പറഞ്ഞത്. പക്ഷെ അത് ചെയ്തിട്ടില്ലടൂ. നീ എന്തുട്ടി കാണിക്കണ സുജ? ഇവന് വേഗം പറഞ്ഞുവിടാൻ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ അറസ്റ്റ് നടക്കും. അയാൾ എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ.
എനിക്കിനി പേടിച്ചിരിക്കാൻ വയ്യ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ അയാളോട് ഒരു കാര്യങ്ങളൊക്കെ പറയാം. നീ അവിടെ നിൽക്ക്. എടാ ശരത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് രാത്രി അവൻ ക്രൈം സീനിൽ പോയിട്ടുണ്ട്. എന്ന് വെച്ച് ഇപ്പൊ അവനെ സി ഐക്ക് കൊടുത്ത ഈ കേസ് അവന്റെ തലയെ കെട്ടിവെക്കും. അതിന് എനിക്കറിയത്തില്ല. എന്റെ മാതാവേ. പ്രതിഭൻ സാറേ, ഞങ്ങളെ ആയിക്കോട്ടെ. നടക്കം വിട്. എടി പ്ലീസ്, ഞാനും കൂടെ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായി. നീ എന്തേലും ചെയ്യ, എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ തൽക്കാലം എൻ്റെ കൂടെ വാ. അതേ ശരിയാക്കാം, വിളിച്ചാൽ മതി. തൽക്കാലം നീ ഇവിടെ ഇരിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? അയാൾ എന്നെ പിടിച്ചോറെ തല്ലുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ പേടിച്ചിരിക്കുന്നതിനൊക്കെ ഭേദം അതാ. അന്നാ നീ സറണ്ടർ ആടാ. എനിക്കൊന്നുമില്ല. സുജയ്ക്ക് ഇതിന്റെ പേരിൽ ഒന്നും ഉണ്ടാകരുത്. സുജയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ ക്ലൈന? അയാൾ എന്നെ തല്ലിക്കൊന്നാലും സുജയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഒരു വാക്ക് പോലും വായന്ന് വീഴൂല. നിനക്ക് അയാളെ കുറിച്ച് എന്തറിയാം? തൽക്കാലം നീ ഇവിടെ പറയുന്ന കേക്ക് പ്ലീസ്. ഏറി വന്ന 1 or 2 ദിവസം അതിനുള്ളിൽ കമ്മീഷണർ പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി ആറുമുഖനെ കൊന്നെന്ന് പറയും. അതോടെ ചാനലുകാരും പത്രക്കാരും അത് വെച്ച് കഥകളും ഉണ്ടാകും. അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് കിട്ടുന്ന പണി മേടിച്ചു. നീ ആ യൂണിഫോം ഇടാൻ നോക്കിയേ. അവനോട് ഇരുന്നോളൂ. ചെല്ല്. വേഗം. നീ അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച? അവൻ പറയുന്നതൊക്കെ സത്യമാകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ. സർ മോഹൻലാൽ മമ്മൂട്ടി തലാജി. ജയന്റെ ഉണ്ടോ? ജയൻ ഇല്ല സർ, ഇല്ല. അപ്പൊ സർ. എടോ അബൂംസേ, ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഈ ശരത്തും CI ബിനോലക്സും തമ്മിൽ കോമൺ ആയിട്ടൊരു ഫോൺ കോള് പോലും ഇല്ല. അങ്ങനെയല്ല സാർ, എനിക്കറിയാം. ഈ ശരത്തിനും മരിച്ച CIക്കും ഇടയിൽ ഒരാളുണ്ട്. അന്ന് രാത്രി ഞങ്ങളൊരു സെർച്ച് ഓപ്പറേഷന് വേണ്ടി എല്ലാവരും പുറത്തു പോയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ സുജി അവിടെ കണ്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ പറഞ്ഞ പയ്യനെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് സുജിയുടെ കൂടെ. എന്തവന്റെ പേര്? ഡ്രാക്കുള. ഈ സൂക്ഷിച്ചും കണ്ട് നിന്നോണം. ചോര കുടിക്കുന്ന എന്നവാ. നല്ലൊരു സ്ട്രോങ് ചായ തരും, മീഡിയം മധുരം. ചെല്.
സുജയ് നീ കാട്ടിക്കൂട്ടണേ? നീ എന്റെ മൂട്ടിൽ നിന്ന് നിൽക്കാണ്ട് അങ്ങനെ ചെന്നു. ഞാൻ പോകത്തില്ല. മനസ്താപ പ്രകരണം. മേലിൽ പാവം ചെയ്യില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാവം ചെയ്തതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കും. നടന്നു തന്നെ. അതെ, നിന്റെ ഞാൻ ആശ പേടികാരനെ സംശയമില്ലാത്തവരും കൂടി സംശയിക്കൂട്ടാ. ഒരു സമ്മാനം കിട്ടിയിട്ട് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ തുറന്നു നോക്കിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ചായ നിങ്ങളിൽ ആരാ ലാലേട്ടൻ ഫാൻ? ഞാൻ ലാലേട്ടൻ ഫാൻ, ഇവള് മമ്മൂക്കാൻ്റെ ആളാ. ഞാൻ രണ്ടുപേരും ഫാനാ. ഇത് പുതിയതാണോ? അല്ല, പഴയതാ. പഴയതാ, കണ്ടറിയാം. നീ പറയാവുന്നത്ര നോണയൊക്കെ പറയും. സത്യം ഞാൻ പുറത്തു കൊണ്ടിരുന്നു. ഹലോ. ഹലോ പപ്പ. എന്തായി? വീട് കാണിച്ചു തരാം. ഇതാണ് അടുക്കള. അടുക്കള നല്ല സൗകര്യം ഉണ്ടല്ലോ, എനിക്കിഷ്ടായി. ഇതാണ് ഹോള്. ഇവിടെ സോഫയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കൊല്ലത്തുനിന്ന് കൂട്ടണ്ട.